ഇസ്ലാമിയ കോളേജ് അവര് കേൾക്കുന്നുണ്ടാകുമല്ലോ. ശരിക്കും കേട്ടോ, നിങ്ങളതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. എന്ത്? ഇന്ത്യ രാജ്യത്തുള്ള ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലോ നടത്തിപ്പിലോ ഒക്കെ പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. അള്ളാഹ്ക്കെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ, അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. ഇസ്ലാമും ഇതുമായി തുറന്ന സമരത്തിലാണ്. അതിന്റെ മൗലിക തത്വങ്ങളും ഇതിന്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനമാണ്. അതിന്റെ ഓരോ ഘടകവും ഇതിന്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധത്തിലാണ്. പ്രസ്തുത വ്യവസ്ഥയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല. ശുദ്ധ ശിർക്കാണ്, ശുദ്ധ കുഫറാണ്. ജനാധിപത്യം, മതേതരത്വം, അതിന്റെ സ്ഥാപനങ്ങൾ, അതിന്റെ പരീക്ഷ എഴുതൽ, സർക്കാരിന്റെ ജോലി ചെയ്യൽ ശുദ്ധമായ ശിർക്കാണ്. ഇസ്ലാമുമായി യോജിക്കുന്ന ഒറ്റ പോയിന്റും ഈ നിലക്കുള്ള ആധുനിക മതേതര ദേശീയ ജനാധിപത്യ സംവിധാനത്തിൽ ഇല്ലേ ഇല്ല. ഇത് നിങ്ങൾ കൊണ്ടു നടന്നാൽ നിങ്ങൾ ഖുർആനിനെ വലിച്ചെറിയലായിരിക്കും. അതിനോട് അനുഭാവം പുലർത്തിയാൽ റസൂലുള്ളാഹിനോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയായിരിക്കും. അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെ രാജ്യദ്രോഹ കൊടി പിടിക്കലായിരിക്കും. അത് നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണെന്ന് അബുൽ അലാ മൗദൂദി സാഹിബ് പ്രസ്താവിച്ചു. എന്നാൽ ഒന്നാലോചിച്ചു നോക്കണം, എവിടെ എത്തി ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇപ്പൊ എന്താ പണി? മുജാഹിദുകളുടെ അടുക്കളയിലേക്ക് നോക്കാണ്. എന്താ അവിടുന്ന് വല്ലതും കിട്ടുമോ എന്നിട്ട് എഴുതുകയാണ്. മുജാഹിദുകളൊക്കെ ആകെ മാറി. മുജാഹിദുകൾക്ക് കുറച്ചൊക്കെ പണ്ടൊക്കെ ഒരു വീര്യം ഉണ്ടായിരുന്നു. അതെന്താ? അവർക്ക് ഇത്തിരി ഒരു നവോത്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥിതികതയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പ്രബോധനത്തിലൂടെ കവർ സ്റ്റോറിയായി വെണ്ടക്ക നിരത്തിയപ്പോൾ, ഓ നിഷ്പക്ഷരായ ജമാഅത്ത് സഹോദര, ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആലോചിക്ക്. സ്വന്തം ആചാര്യനായ അബുൽ അലാ മൗദൂദി സാഹിബ് ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണെന്ന് പറഞ്ഞ മതേതര ദേശീയ ജനാധിപത്യത്തിന്റെ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ അടുത്തല്ലേ നിങ്ങൾ പാർട്ടി രൂപീകരിച്ചത്? വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചില്ലേ? എന്താണ് ആ പാർട്ടിയെ സംബന്ധിച്ചുള്ള വിധി? നിങ്ങൾ സമൂഹത്തോട് പറയേണ്ടതാണ്. നിങ്ങൾ സമൂഹത്തോട് പറയണം. കാരണം എന്താ? നിങ്ങൾ എന്തിനാ പാർട്ടി ഉണ്ടാക്കിയത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, സ്ഥാനാർത്ഥിയെ നിർത്താൻ, അതുപോലെ തന്നെ വിജയം വരിക്കാൻ, ചുമരെഴുത്ത് നടത്താൻ, അതിന്റെ സ്ഥാപനങ്ങളിൽ പോയി പങ്കാളിയാവാൻ, ഭരണം നടത്താൻ, MLA ആകാൻ, MP ആവാൻ, രാജ്യസഭാ മെമ്പറാവാൻ, പഞ്ചായത്ത് മെമ്പറാവാൻ, LD ക്ലർക്ക് തസ്തികയിലെത്താൻ, അറബി അധ്യാപകനാവാൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവാൻ, കോളേജ് ലെക്ചറാവാൻ, അല്ലേ? അവകാശങ്ങൾ നേടിയെടുക്കാനല്ലേ പാർട്ടി സ്ഥാപിച്ചത്? ഈ പാർട്ടി സ്ഥാപിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണെന്ന് പറഞ്ഞ അതേ ഒരവസ്ഥയിൽ ഇപ്പോൾ എത്തിപ്പെട്ടു? തൗഹീദിന് വിരുദ്ധം എന്ന് പറഞ്ഞതാണ് സർക്കാരിന്റെ ജോലി. സർക്കാർ ജോലിയിലുള്ള എല്ലാവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വേഗം അതിൽ നിന്ന് രാജിവെച്ചൊഴിയണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന. ജമാഅത്തുകാർക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നത് എന്താണ്? അതേ സാക്ഷ്യ നിർവഹണത്തിന് ശേഷം എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് ചൊല്ലിയിട്ടാണ് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അങ്ങനെ ഷഹാദത്ത് കലിമയങ്ങ് ചൊല്ലിയതിന്റെ ശേഷം ജമാഅത്തിലെ എല്ലാ അംഗങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധപൂർവം വരുത്തി തീർക്കേണ്ട മാറ്റങ്ങൾ ഇതാ താഴെ വിവരിക്കുന്നവയാണ്. ജമാഅത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണ് വായിക്കുന്നത്. വകുപ്പ് 5, 5ാമത്തെ വകുപ്പ് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിയ ഒരു ജമാഅത്തുകാരൻ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇനി അവർ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വയം ആധിപത്യം വാദിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം.
അതൊക്കെ രാജിവെക്കണം. എന്ത്? ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം. തീർന്നില്ല. വകുപ്പ് 6. 6-ാം വകുപ്പ് എന്താ? അവൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കണം. MLA ആണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം. എന്തുകൊണ്ടെന്നാൽ അതാണ് ഇവിടുത്തെ മർമ്മം. അത് ശരിക്കും ശ്രദ്ധിച്ചോ? അതാ ഇവിടുത്തെ മർമ്മം. നമ്മൾ ഇതിനെയൊക്കെ വിമർശിക്കാനുള്ള മർമ്മം ഈ പറയാൻ പോകുന്നതാ. ഇവരെന്തിനും കാരണം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. അവൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കണം. എന്തുകൊണ്ടെന്നാൽ കേട്ടോ, വിശുദ്ധ ഖുർആനിനെയും നബിചര്യയെയും അടിസ്ഥാനവും പ്രമാണവുമായി സ്വീകരിക്കാത്ത യാതൊരു സമിതിക്കും ഇസ്ലാമിക ദൃഷ്ട്യാ മനുഷ്യ ജീവിതത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശമേ ഇല്ല. അത്തരം സഭയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ജോലിയുമല്ല. എന്താണ് പറഞ്ഞത്? MLA ആയിക്കൂടാ, മത്സരിച്ചുകൂടാ, MLA സ്ഥാനം രാജിവെക്കണം. എന്താ കാരണം? ഖുർആനും സുന്നത്തും അനുസരിച്ചല്ല അവിടുത്തെ ഭരണം. നമ്മൾ അസംബ്ലിയിൽ ഭരിക്കുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ചല്ല. അതുകൊണ്ട് അവിടെ പോകരുത്, അവിടുത്തെ MLA ആവരുത്, അവിടുത്തെ സ്ഥാനം വഹിക്കരുത്. ഇതാണ് ജമാഅത്തുകാരൻ പറഞ്ഞ കാരണം. അവയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. വകുപ്പ് കേട്ടോ, തീർന്നിട്ടില്ല. 7-ാമത്തെ വകുപ്പ്. അവന് ദൈവീകമല്ലാത്ത ഭരണത്തിൽ നിന്ന് വല്ല ബഹുമതിയോ സ്ഥാനപ്പേരോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കണം. വല്ല സർട്ടിഫിക്കറ്റോ അതുപോലെ തന്നെ മറ്റു വല്ല പദവിയോ ബഹുമതികളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. പ്രസ്തുത സ്ഥാനപ്പേരുകൾ തനിക്ക് ലഭിക്കാൻ കാരണമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ പ്രത്യേകമായി നിർവഹിക്കേണ്ടി വരുന്ന എല്ലാ അനുസരണവും കൂറും ഭക്തിയും അവൻ ഉപേക്ഷിക്കണം. കണ്ടോ? ഈ രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഷഹാദത്ത് കലിമ ചൊല്ലിയത് ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ മുസ്ലിമല്ലാന്ന്. 2000 ചില്ലാനം മെമ്പർമാരെ നിർത്തിയിട്ട് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ? ആയിരക്കണക്കിന് 1000 ചില്ലാനം ആളുകളെ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ട് ഒരു റിവായത്ത് പ്രകാരം 8 ആള്, ഒരു റിപ്പോർട്ട് പ്രകാരം 9 ആളല്ലേ ജയിച്ചത്? 9 വാർഡ് മെമ്പർമാരാണുള്ളത്. എന്താ ഇവരുടെ വിധി? ജമാഅത്തുകാർ പറയണം. ജമാഅത്തുകാർ സാധാരണ ജനങ്ങളോട് പറയണം, നിങ്ങളുടെ ഭരണഘടന ആദ്യം വായിക്കുക. വായിച്ചിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാറ്റത്തിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യവും സ്വീകരിച്ച് കുറച്ച് വോട്ടുകൾ നേടിയിട്ട് കേരളം എന്ന വലിയ സംസ്ഥാനത്തിലെ ആയിരക്കണക്കിന് വരുന്ന വാർഡുകളിൽ മത്സരിച്ചിട്ട് ഒരു 8 വാർഡിൽ ജയിച്ചല്ലോ. ആ 8 വാർഡുകളിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പർമാരുടെ ഹുക്ം എന്താണ്? അവരുടെ ഷഹാദത്ത് കലിമ ശരിയായോ? അവരുടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റി പറയണ്ടേ? അവരുടെ സത്യസാക്ഷ്യത്തിന്റെ വചനം പറഞ്ഞത് ശരിയായോ? ഇല്ല, ശരിയായിട്ടില്ല. മാത്രമല്ല, ഈ മൈനീം കേട്ടോ, ഭരണഘടന പറയുന്നത് കേട്ടോ, ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉടനടി പ്രത്യക്ഷപ്പെട്ട് കാണാത്തയാളെ സംബന്ധിച്ച് അയാൾക്ക് സാക്ഷ്യവാക്യം ഉച്ചരിച്ചതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നില്ലെന്നാണ് കരുതപ്പെടുക. ഇതൊക്കെ കേട്ടിട്ടും ഒരാൾ ഈ സ്ഥാനമൊന്നും രാജിവെക്കണില്ലെങ്കിൽ അയാളെപ്പറ്റി എന്താ കരുതപ്പെടേണ്ടത്? അയാൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചത് ആത്മാർത്ഥമായിട്ടല്ല, വെറുതെ ചൊല്ലിയതാണ്. അയാളെ ഷഹാദത്ത് കലിമയൊന്നും ശരിയായിട്ടില്ല. അങ്ങനെയുള്ളവരെ ജമാഅത്തിൽ ചേർക്കുകയില്ല. ചേർത്തിട്ടുണ്ടെങ്കിൽ പുറത്താക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രബോധനത്തിൽ പുസ്തകം 1 ലക്കം 11 പ്രസിദ്ധീകരിച്ച അന്ന് തന്നെ എഴുതിയിട്ടുള്ള ജമാഅത്തിന്റെ ഭരണഘടനയാണ്. മനസ്സിലാക്കണം. എവിടെ പോയി? ഇപ്പൊ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതോടുകൂടി ഷഹാദത്ത് കലിമ ഉച്ചരിച്ച ജമാഅത്തുകാരൻ ഇസ്ലാമികേതര സർക്കാരിൽ ഭാഗഭാക്കാവുകയോ അതിന്റെ നിയമസഭയിൽ അംഗമാവുകയോ ചെയ്യുന്നതോടെ അവൻ ജമാഅത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ടാണ് പുറത്തേക്ക് പോകും. അല്ലേ? എന്തിനാ പാർട്ടി രൂപീകരിച്ചത്? എന്തിനാ സ്ഥാനാർത്ഥി നിൽക്കുന്നത്? വെറുതെയാ? MLA ആവാൻ, MP ആകാൻ, പഞ്ചായത്ത് മെമ്പറാവാൻ, പലയിടത്തും സ്ഥാനം കിട്ടാൻ. ഭരണഘടന പറയുന്നതോ അവൻ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പുറത്തുപോയി. ഷഹാദത്ത് കലിമ ചൊല്ലിയത് വെറുതെയായി. ആത്മാർത്ഥതയില്ലാത്ത ഷഹാദത്ത് കലിമ ചൊല്ലലാണ് അത്തരം ജമാഅത്തുകാരുടേത്. അവരെ പാർട്ടിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പുറത്താക്കുന്നതാണ്. അവന്റെ ജമാഅത്തിന്റെ തൗഹീദ് ഇതാണ്. ജമാഅത്ത് തൗഹീദ് വെള്ളത്തിലാകുന്ന കോലമാണ്. മാത്രല്ല, ഇന്ന് അതിൽ ഏറ്റവും വലിയൊരു തമാശ നിങ്ങൾ കേൾക്കണം. ഇങ്ങനെയൊക്കെ സർക്കാർ ജോലികളിൽ നിന്ന് ഈ രൂപത്തിലുള്ള ആധുനിക മതേതര ജനാധിപത്യ ദേശീയത്തിന്റെ പ്രത്യേകമായ വകുപ്പുകളിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെറിയണം എന്ന് ജനങ്ങളോട് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ കരണം അറിയാണ്. ശരിക്ക് പഠിച്ചു വെച്ചോ.
മുജാഹിദുകളുടെ നേർക്ക് ചൂണ്ടിയിട്ട് പറയാണ്, നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണെന്ന്. വെണ്ടക്ക നിരത്തുന്ന ജമാഅത്ത് സഹോദര, പാർട്ടിയുടെ ആചാര്യൻ എഴുതിവെച്ച, പാർട്ടിയുടെ ആചാര്യൻ സമൂഹത്തോട് പറഞ്ഞ, നിങ്ങൾ സമൂഹത്തോടൊരു കാലഘട്ടത്തിൽ പ്രബോധനത്തിന്റെ താളുകളിലൂടെ വിശദീകരിച്ച ഭരണഘടനയുടെ വകുപ്പുകളൊക്കെ നിങ്ങളുടെ മുഖത്തു നോക്കി കൃത്യമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ 2011 ജൂലൈ 2 പ്രബോധനത്തിൽ എന്താ വന്നത്? ഇന്ത്യ രാജ്യത്ത് നിന്ന് സർക്കാരിന്റെ ജോലി കഴിയുന്നത്ര മുസ്ലിമീങ്ങൾ മേടിക്കണം എന്നാണ്. ഇപ്പൊ അവിടേക്ക് എത്തി. മുസ്ലിമീങ്ങളോടത് പാടില്ല, അത് നിങ്ങളുടെ ഈമാനിന് വിരുദ്ധമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ്, രാജ്യദ്രോഹ കൊടി ഉയർത്തലാണ്, അള്ളാഹുവിനെ ധിക്കരിക്കലാണ്, ഖുർആനിനെ വലിച്ചെറിയലാണ്, റസൂലുള്ളാഹിനോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണെന്നൊക്കെ പറഞ്ഞ ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ജമാഅത്ത് നെട്ടോട്ടത്തിലാണ്. പ്രബോധനം വരുന്ന വരികളൊന്ന് കേട്ടോളൂ, ശാന്തമായി കേട്ടോളൂ. 10,000 വരുമാനം ലഭിക്കുന്ന സ്വകാര്യ മേഖലയിലെ ജോലിയേക്കാൾ പലതുകൊണ്ടും മെച്ചപ്പെട്ട് നിൽക്കുന്നതാണ് സർക്കാർ ജോലി. ആരാ എഴുതുന്നത്? ജമാഅത്തുകാരൻ. 10,000 വരുമാനം ലഭിക്കുന്ന സ്വകാര്യ മേഖലയിലെ ജോലിയേക്കാൾ പലതുകൊണ്ടും മെച്ചപ്പെട്ട് നിൽക്കുന്നതാണ് സർക്കാർ ജോലി. ബഹുജന ബന്ധത്തിലൂടെ ജനസേവനത്തിന്റെയും അധികാരത്തിന്റേതുമായ വലിയൊരു ലോകം അത് തുറന്നു തരുന്നു. ഉദ്യോഗസ്ഥ തലങ്ങളിലെ അഴിമതിയെയും കെടുകാര്യസ്ഥതയെയും സ്വജനപക്ഷപാതിത്വത്തെയും വലിയ വായിൽ വിമർശിച്ചതുകൊണ്ട് മാത്രമായില്ല, അത്തരം ന്യൂനതകൾക്ക് വിധേയപ്പെടാത്ത സമുദായത്തിൽ നിന്നുള്ളവരെ പ്രസ്തുത തലങ്ങളിലേക്ക് എത്തിക്കുക എന്നതും നമ്മുടെ ചുമതലയാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായ ബാധ്യതയുമാണത്. എന്ത്? സർക്കാർ ജോലിയിലേക്ക് മുസ്ലിമീങ്ങളെ ധാരാളമായി തിരികെ കയറ്റൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ചുമതലയാണ് എന്നിടത്തേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയത്. എന്താണ് ഈ പാർട്ടിക്ക് പേര് കൊടുക്കേണ്ടത്? മുമ്പ് പറഞ്ഞതൊന്ന് വേറെ, നേരെ ഘടകവിരുദ്ധമെന്ന് വേറെ. നമ്മൾ മനസ്സിലാക്കണം. ഈ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ നിന്ന് അവിടെ പഠിച്ചു പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ അനുഭവം പങ്കുവെച്ചിട്ടില്ലേ? ഓ അബ്ദുള്ള സാഹിബ് അത് പങ്കുവെച്ചു. ഓ അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്, ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയണ്, അന്ന് പരീക്ഷയ്ക്ക് കഠിനമായ വിലക്കേർപ്പെടുത്തിയ സ്ഥാപനം ഇന്ന് 1ലധികം യൂണിവേഴ്സിറ്റി പരീക്ഷകളുടെ സെന്ററാണ്. ശാന്തപുരത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് സർക്കാർ പരീക്ഷ എഴുതൽ ഹറാമായിരുന്നു, പരീക്ഷ എഴുതാൻ പോകാൻ പാടില്ലായിരുന്നു. അവിടെ പഠിക്കുന്നത് ഗവൺമെന്റ് ജോലി നേടാനായിരിക്കരുത്, ഗവൺമെന്റിന്റെ ഒരു പരീക്ഷ എഴുതാൻ പാടില്ലായിരുന്നു. അങ്ങനത്തെ ശാന്തപുരത്തിൽ നിന്ന് സർക്കാർ നടത്തുന്ന ഒട്ടേറെ പരീക്ഷകളുടെ പരീക്ഷ എഴുതുന്ന സെന്ററായി ശാന്തപുരം ഇസ്ലാമിയ കോളേജ് മാറിക്കഴിഞ്ഞു. പറയൂ ജമാഅത്ത് സഹോദര, എവിടെ നിന്ന് എവിടേക്കാണ് കൂപ്പുകുത്തിപ്പോയത്? തീർന്നില്ല. എത്ര കർശനമായിരുന്നു ശാന്തപുരത്തെ നിയമം. ഓ അബ്ദുള്ള സാഹിബ് പറയുന്നുണ്ട്, വിലക്കുകളൊക്കെ ലംഘിച്ചിട്ട് കുറെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോയി എന്നാണ്. ശാന്തപുരത്ത് പഠിക്കുന്ന കുട്ടികളോട് KC അബ്ദുള്ള മൗലവി പറഞ്ഞിരുന്നു, നമ്മൾ പഠിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അനുസരിച്ച് നിങ്ങൾ സർക്കാരിന്റെ പരീക്ഷ ഒന്നും എഴുതാൻ പോകാൻ പാടില്ല. കർശനമായിട്ടും അത് വിലക്കിയിരുന്നു. ആ വിലക്കൊക്കെ ലംഘിച്ച് ചില കുട്ടികള് തലയിൽ മുണ്ടിട്ട് പ്രിൻസിപ്പൽ അറിയാതെ, ഉസ്താദുമാരറിയാതെ പുറത്തുപോയി ഗവൺമെന്റിന്റെ പരീക്ഷ എഴുതി. പരീക്ഷ എഴുതിയ വിവരം അറിഞ്ഞപ്പോ KC അബ്ദുള്ള മൗലവി ഈ കുട്ടികളെ വിളിച്ച് ചൂടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ KC അബ്ദുള്ള മൗലവി കുട്ടികളെ വിളിച്ച് പറഞ്ഞ് ശാസിച്ച രൂപം ഓ അബ്ദുള്ള സാഹിബ് പറയുകയാണ്, സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറയുന്നവരെ. നിങ്ങൾ പറയണം, KC ഉപയോഗിച്ച വാക്ക് കേൾക്കണോ? എന്താ KC കുട്ടികളോട് പറഞ്ഞത്? ശാന്തപുരത്ത് നിന്ന് ഊണ് കഴിച്ച് പരീക്ഷ എഴുതുന്നവർ, ശാന്തപുരത്തെ ഉപ്പും ചോറും തിന്ന് പരീക്ഷ എഴുതുന്നവർ അമേധ്യമാണ് ഭുജിക്കുന്നത്. എന്താ ജമാഅത്തുകാരനോട് പറഞ്ഞു തരണോ അമേധ്യത്തിന്റെ മഅന? അമേധ്യത്തിന്റെ അർത്ഥം ഞാൻ ഇവിടുന്ന് വിശദീകരിക്കണോ? വേണ്ട. ശാന്തപുരത്ത് നിന്ന് ഊണ് കഴിച്ച് ചുളുവിൽ പോയി പരീക്ഷ എഴുതുന്നവൻ തിന്നുന്നത് അമേധ്യമാണ് എന്ന് KC അബ്ദുള്ള മൗലവി അന്നത്തെ വിദ്യാർത്ഥികളോട് ശാസിക്കുകയുണ്ടായി എന്ന് ഓ അബ്ദുള്ള തന്റെ ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന പുസ്തകത്തിന്റെ പേജ് 71 എഴുതിവിട്ടിട്ടുണ്ട്. മനസ്സിലാക്കണം, ജമാഅത്തുകാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ യഥാർത്ഥമായ പിടുത്തത്തിൽ നിന്നങ്ങ് വിട്ടപ്പോഴുണ്ടായ വ്യതിയാനം അവരുടെ കയ്യിൽ ഇസ്ലാമില്ല, അവരുടെ കയ്യിൽ ഇസ്ലാമില്ല. ഇപ്പൊ അവസാനം എന്തായി? മൗദൂദ് സാഹിബ് പറഞ്ഞ എല്ലാ തത്വത്തൊന്നും ജമാഅത്തുകാർ പോയി.
മൗദൂദി സാഹിബ് പറഞ്ഞതൊക്കെ ബുക്കുകളിലുണ്ട്, ഖുതുബാത്തിലുണ്ട്, സിയാസി കസ്മകസിലുണ്ട്, എല്ലാ തർജുമാനുൽ ഖുർആനിലുണ്ട്, തഫ്ഹീമിലുണ്ട്, പലയിടത്തുമുണ്ട്. പക്ഷേ ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യമുനകൾക്ക് മുമ്പിൽ ജമാഅത്തിന്റെ ഇപ്പോഴത്തെ അമീർ ആരിഫ് അലി ഉത്തരം മുട്ടിയപ്പോൾ അതേ തേജസ് ദിനപത്രത്തിൽ ഒരു റിപ്പോർട്ട് കാണാം. തേജസ് പത്രം എഴുതുകയാണ് ഒരു റിപ്പോർട്ട്. കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. എന്താ കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ട്? സ്ഥാപക നേതാവ് മൗലാന മൗദൂദിയുടെ ആശയങ്ങളല്ല ജമാഅത്തെ ഇസ്ലാമി പ്രാവർത്തികമാക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്നും കേരള അമീർ ടി ആരിഫ് അലി. പ്രവാചകനും വിശുദ്ധ ഖുർആനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം. മൗദൂദി ഒരു വ്യക്തിയാണ്. വ്യക്തിയുടെ ആശയങ്ങളെക്കാൾ പ്രാധാന്യം ഖുർആനിനാണ്. ജനാധിപത്യത്തിലാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ്. ഏതാ ജനാധിപത്യം? മൗദൂദി സാഹിബ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇസ്ലാമിന് ഘടകവിരുദ്ധം, നിങ്ങളുടെ ഈമാനിന് ഘടകവിരുദ്ധം, നിങ്ങളെ കൊടി പിടിച്ച രാജ്യദ്രോഹക്കൊടി, അള്ളാഹ്ക്കെതിരെ റസൂലുള്ളാഹിക്കെതിരെ വഞ്ചന, നിങ്ങൾ ഇസ്ലാമിനും ഈമാനിനും നിങ്ങൾ തിരിച്ചു കുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ആ ജനാധിപത്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. ഇവറ്റൊക്കെ ഇതിന് ഒരിക്കൽ പറഞ്ഞത് പിന്നെ ഓർമ്മല്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും പറയാൻ തുടങ്ങി. മുമ്പെന്താ പറഞ്ഞത്? മൗദൂദിയെ മരിച്ചിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ ആദർശം അമരമാണ്, അതിന് നിത്യസത്യത്തിന്റെ ചൈതന്യമുണ്ട്. മൗദൂദി സാഹിബ് മരിച്ചുപോയെങ്കിലും അദ്ദേഹം പഠിപ്പിച്ചതൊക്കെ 100% സത്യമാണ്. നിത്യസത്യത്തിന്റെ ചൈതന്യമുണ്ട്, അമരത്വമുണ്ട് മൗദൂദി സാഹിബിന്റെ ആശയങ്ങൾക്ക് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ അവസരത്തിൽ ആദർശത്തെ മുഴുവനും തള്ളിക്കളയുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത് എന്താണ്? ഏറ്റവും പ്രധാനമായി സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാതയിൽ നിന്നാണ് വിട്ടുപോവുകയാണ്. നബിയുടെയും സഹാബത്തിന്റെയും പാതയിൽ നിന്ന് വിട്ടുപോവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം എന്താ കാരണം. ഈ എല്ലാ കക്ഷികളും ആരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. പിഴച്ച കക്ഷികളൊക്കെ സഹാബത്തിനെ തള്ളും. ലോക ചരിത്രം അതാണ്. മുഅ്തസിലത്തിനെ പരിശോധിച്ചോളൂ, ഖവാരിജ് എന്ന് പറയുന്ന വിഘടിത കക്ഷിയെ പരിശോധിച്ചോളൂ, ഷിയാക്കൾ എന്ന് പറയുന്ന വിഘടിത കക്ഷിയെ പരിശോധിച്ചോളൂ, ജഹ്മിയത്ത് എന്ന് പറയുന്ന വിഘടിത കക്ഷിയെ പരിശോധിച്ചോളൂ. ഏത് വിഘടിത കക്ഷികൾ ഇസ്ലാമിക ലോകത്ത് ഉത്ഭവം ചെയ്തിട്ടുണ്ടോ എല്ലാവരും സഹാബത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തിനാത്? അതെന്റെ മുസ്ലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകം മനസ്സുവെക്കണം. എന്തിനാ ഈ സ്വഹാബത്തിനെ തള്ളുന്നത്? സ്വഹാബത്തിനെ തള്ളുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയോ? ഖുർആൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ ജനം കേൾക്കൂല. ഹദീസ് ശരിയല്ല, ഞങ്ങൾ ഹദീസൊന്നും അംഗീകരിക്കൂല, ഹദീസൊക്കെ കളവാണ് എന്ന് പറഞ്ഞാലും ആളെ കിട്ടൂല. അപ്പൊ ഹദീസ് നിഷേധിക്കണം എന്ന് മനസ്സിലിരിപ്പുള്ള ഏത് കക്ഷികൾക്കും അവരുടെ ഏറ്റവും വലിയ ഒരു തന്ത്രം എന്താണ്? ഹദീസുകളൊക്കെ നമുക്ക് നിവേദനം ചെയ്തു തന്നത് ആരാണ്? മഹാന്മാരായ സഹാബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസുകളൊക്കെ കേട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നത് ആരാണ്? സഹാബിമാരാണ്. ഈ സഹാബത്ത് കൊള്ളരുതാത്തവരാണെന്ന് വരുത്തി തീർത്താൽ പിന്നെ ഹദീസ് തള്ളാൻ വളരെ എളുപ്പമായി. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹദീസ് തള്ളാനുള്ള എളുപ്പ വഴി എന്താണ്? ഹദീസ് ആദ്യമായി കേട്ട സഹാബത്തിനെ മോശക്കാരാക്കുക, സഹാബത്തിനെ തള്ളുക, അവരെ സ്വജനപക്ഷവാദികളാക്കുക, അവരെ മോശക്കാരാക്കുക. എന്നാൽ അവരുദ്ധരിച്ച ഹദീസുകളെയൊക്കെ തള്ളാമല്ലോ. അങ്ങനെയാണ് ചേകന്നൂർ മൗലവി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടിയത്. ചേകന്നൂർ മൗലവിക്ക് ഏറ്റവും വലിയ വെറുപ്പ് ആരോടായിരുന്നു? സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് മറ്റു സഹാബികളെ അപേക്ഷിച്ച് ധാരാളക്കണക്കിന് ഹദീസുകൾ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തി മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ മഹാനെ അങ്ങ് കള്ളനാക്കിയാൽ സർവ്വ ഹദീസുകളെയും തള്ളിക്കളയാമെന്നാണ് ലോക ഹദീസ് നിഷേധികളുടെ കേരളീയ നേതാവായ ചേകനൂർ മൗലവി വിചാരിച്ചു പോയത്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മോശക്കാരനാക്കി. അങ്ങനെ അവിടുന്ന് തുടക്കം കുറിച്ച ചേകനൂരികൾ തുടക്കം കുറിച്ചു വെച്ച ആശയം അത് ഏറ്റുപിടിച്ചു ജമാഅത്തെ ഇസ്ലാമികാർ. മൗദൂദികൾ അവരും ഹദീസ് നിഷേധത്തിലാണുള്ളത്. അത് ഏറ്റുപിടിച്ചു മുജാഹിദിൽ നിന്ന് പുറത്തുപോയ മടമുറി ഭാഗത്തിന്റെ ആളുകൾ പലരും അത് ഏറ്റുപിടിച്ച് ചേകന്നൂരൊക്കെ അവരുടെ മുമ്പിൽ ഇപ്പോൾ നവോത്ഥാനത്തിന്റെ ശില്പിയാണ്. അങ്ങനെയാണല്ലോ. ഒരേ തൂവൽ പക്ഷികൾക്ക് വലിയ ആദരവാണ് ഇന്ന് ചേകന്നൂരിനോട്.
പീഡിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകന്മാര് മുമ്പും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരിലെ ഒരു കണ്ണിയാണ് ചേകനൂർ മൗലവി എന്ന് മടവൂർ ഭാഗത്തിന്റെ പത്രത്തിൽ അവരുടേതായ നേതാവ് എഴുതി പിടിപ്പിച്ചിട്ട് മാസങ്ങൾ അധികമായിട്ടില്ല. ചേകനൂരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി, നവോത്ഥാന നായകൻ പട്ടം കിട്ടി. എന്താ കാരണം? ഏറ്റവും വലിയ ഹദീസ് നിഷേധിയായ ചേകനൂർ, അയാൾ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് നിഷേധം, ബുഖാരിയെ തള്ളൽ, മുസ്ലിമിനെ തള്ളൽ, അബൂ ഹുറൈറ ജൂതനാണെന്ന് പറയൽ, അതേ ഹദീസുകളെ മുഴുവനും അവരവരുടെ യുക്തിയുടെ മൂശയിലിട്ടുകൊണ്ട് അളന്ന് ഹദീസുകളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഹദീസുകളോട് പരിഹാസ സ്വഭാവം കാണിക്കുന്ന സർവകക്ഷികളും എല്ലാവരും എന്ത് ചെയ്യുന്നു? സഹാബത്തിനെ ഒന്ന് കൊച്ചാക്കാൻ നോക്കും. കാരണം സഹാബത്തിനെ പിടിച്ചാലാണ് ഹദീസിനെ പെട്ടെന്നാണ് തള്ളാൻ പറ്റൂല. അതുകൊണ്ട് ആദ്യ സഹാബിമാരെയാണ് മോശാക്കുക. നിങ്ങൾ നോക്കണം, മനസ്സിലാക്കണം. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകശാലയായ IPH പുറത്തിറക്കിയിട്ടുള്ള അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ എന്ന അറബി പുസ്തകത്തിന്റെ മലയാള വിവർത്തനം ഇന്നും IPH ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം, ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തീത്ത പറഞ്ഞതിന്റെ കണക്കുണ്ടോ സഹോദരന്മാരെ? കണക്കുണ്ടോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? ഉസ്മാൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവ് കൊണ്ട് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതേ ശത്രുക്കളുടെ കരത്തിലുള്ള വാളുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നേരത്ത് കഴുത്തിൽ ആഞ്ഞു വെട്ടിയിട്ട പരിശുദ്ധ ഖുർആനിലേക്ക് രക്തം ചീറ്റിത്തെറിപ്പിക്കപ്പെട്ടുകൊണ്ട് ഷഹീദായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇന്നും വിൽപ്പന നടത്തുന്ന പുസ്തകത്തിൽ കണക്കിന് വിമർശിച്ചിരിക്കുന്നു. ഒരു പക്ഷേ എല്ലാ ജമാഅത്തുകാരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാത്ത ജമാഅത്തുകാരുണ്ടെങ്കിൽ ഒന്ന് വായിക്കാം. ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം വാങ്ങി വായിക്കും. മലയാളത്തിലാ പറയുന്നത്. നിങ്ങൾ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ വായിക്കേണ്ട അറബിയിലാണെങ്കിൽ അതിന്റെ വിവർത്തനമായ ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം വാങ്ങി വായിക്ക്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ 3ാം ഖലീഫയായിട്ട് പോലും അംഗീകരിക്കാൻ ആ പുസ്തകം മനസ്സ് വെച്ചിട്ടില്ല. മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്നതെന്താ? നമ്മളൊക്കെ വിശ്വസിക്കുന്നതെന്താ? 4 ഖലീഫമാർക്ക് ഒരു തർത്തീബുണ്ട് നമുക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 ഖലീഫമാരെ തർത്തീബിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കഴിഞ്ഞാൽ പിന്നെ അലിയാരുടെ ചരിത്രം മൂപ്പര് തുടങ്ങുന്നത്. കാരണം എന്താ? മൂപ്പര് അതേ അംഗീകരിക്കുന്നുള്ളൂ. അതിന്റെ ഇടക്കാലത്ത് വലിഞ്ഞു കയറി വന്ന ഒരു കാലഘട്ടം മാത്രമാണ് ഉസ്മാന്റെ കാലം എന്നിടത്തേക്കാണ് പോക്ക്. മനസ്സിലാക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എന്തൊക്കെയുണ്ട്? സ്വജനപക്ഷപാതിയായിരുന്നു. അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന പൊതുമുതലിൽ നിന്ന് ലക്ഷക്കണക്കിന് ദീനാറുകളാണ് സ്വന്തം മരുമകന് എടുത്തുകൊടുത്തത്. ലക്ഷക്കണക്കിന് ദീനാറുകൾ സ്വന്തം മരുമകന് എടുത്തുകൊടുത്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് സാമൂഹ്യനീതി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് ചോദ്യം ചെയ്യാൻ വന്നു അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു. അബൂദർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിച്ചു, ഉസ്മാനെ, നിങ്ങൾ എന്താണ് പൊതുമുതലിൽ നിന്ന് ഇത്രയും വലിയ സംഖ്യ സ്വന്തക്കാരായ ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നത്? ഇത് അനീതിയല്ലേ എന്ന് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കെന്താ? താക്കോല് താഴെയിട്ടോ. താക്കോല് മേശപ്പുറത്ത് വെച്ച് പണി നോക്ക്. ഈ രാജ്യത്തിന്റെ ഖജാൻജി പണിക്ക് എനിക്ക് വേറെ ആളെ കിട്ടുന്നു. ഇവിടുത്തെ ട്രഷറി വകുപ്പ് കൈകാര്യം ചെയ്യാൻ അബൂദറെ നിനക്ക് മനസ്സില്ലെങ്കിൽ എനിക്ക് വേറെ ആളെ കിട്ടും. താക്കോല് താഴെയിട്ടോ, താക്കോല് വെച്ച് പൈക്കോ എന്നാണ് സ്വജനപക്ഷപാതിത്വത്തെ ചോദ്യം ചെയ്യാൻ ചെന്ന അബൂദർ ഗഫാരിയോട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്നാണ് ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന് പറയുന്ന പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമി എഴുതിവിട്ടിട്ടുള്ളത്. തിരുത്തിയിട്ടില്ല, ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. അബദ്ധായിരിക്കും സംഭവിക്കും. അബദ്ധത്തിൽ നിന്ന് ആരും മുക്തരല്ല. അബദ്ധം ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഞങ്ങളത് ഉദ്ദേശിച്ചിട്ടില്ല,
ഞങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഞങ്ങളത് പിൻവലിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആ പുസ്തകത്തിൽ വന്ന അഭിപ്രായത്തോട് വിയോജിപ്പാണ്. അടുത്ത പതിപ്പിൽ ഞങ്ങളത് ഒഴിവാക്കുന്നതാണ്. ഒരു തിരുത്ത് മാധ്യമത്തിൽ കൊടുത്തൂടെ? എല്ലാ ചവറും കൊടുക്കണ കാര്യമില്ലേ മാധ്യമം? അതിനൊരു മൂലക്കൽ കൊടുത്തൂടെ? ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്തെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും കൊടുത്തുകൂടായിരുന്നോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞങ്ങളുടെ IPH പുസ്തകത്തിൽ വന്നിട്ടുള്ള പരാമർശം ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. പറഞ്ഞില്ല എന്ന് മാത്രല്ല, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അബൂദർ ഗഫാരി എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയപ്പോൾ ഇതേ രൂപത്തിലുള്ള കാര്യം അതേ പുസ്തകത്തിലും ആവർത്തിച്ച് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കണം, ഇവർ തിരുത്താൻ തയ്യാറല്ല. അബദ്ധങ്ങൾ സംഭവിച്ചവർക്കൊക്കെ തിരുത്താൻ സമയം വൈകിയിട്ടില്ല, ഇനിയും തിരുത്താം. വർഷങ്ങളായി മുജാഹിദ് പ്രവർത്തകന്മാർ സമൂഹത്തോട് ഇത് പറയാൻ തുടങ്ങിയിട്ട് സഹാബിമാരെ കുറിച്ചുള്ള ഈ കടുത്ത ആക്ഷേപങ്ങളും വിമർശങ്ങളും അവസാനിപ്പിച്ചാലല്ലാതെ യഥാർത്ഥമായ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ ആശയധാരയിൽ നിങ്ങൾക്ക് നിൽക്കാനാവില്ല എന്ന സത്യം തീർന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രസിദ്ധനായ നേതാവായിരുന്നുവല്ലോ തിരൂരങ്ങാടിയിലെ കൊടിഞ്ഞി താമസിച്ചിരുന്ന ടി മുഹമ്മദ് സാഹിബിന്റെ അവതാരികയോടുകൂടി കേരളക്കരയിൽ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് രക്തസാക്ഷ്യം എന്നാണ്. രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? കേട്ടാൽ ഞെട്ടിപ്പോകും. എന്താ പറഞ്ഞത്? ഈ 3 സഹാബിമാരുടെ പേര് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ പറയുകയാണ്, ഇവർക്കൊക്കെ എന്തായിരുന്നു പണി? ഹദീസ് ഉണ്ടാക്കലായിരുന്നു പണി. ഹദീസ് നിവേദനത്തിന് കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ടു. ഒരു ഹദീസ് ഒന്നിന് 2 ദീനാർ വീതമായിരുന്നു അത്രേ കമ്മീഷൻ. കണ്ടോ, ഇവരൊക്കെ ഹദീസ് ഉണ്ടാക്കുന്ന പണിയായിരുന്നു. കള്ള ഹദീസ് ഉണ്ടാക്കുക. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ 2 ദീനാർ കൂലി. അങ്ങനെ 2 ദീനാറിന് ഹദീസ് ഉണ്ടാക്കുന്ന പണിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്, അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്. മാത്രമല്ല, യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടിയ ദുഷ്ടന്മാരാണവരെന്ന് സഹാബത്തിനെ കുറിച്ച് രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ, ടി മുഹമ്മദ് സാഹിബ് അവതാരിക എഴുതിയ പുസ്തകത്തിൽ, കേരളത്തിൽ ആ പുസ്തകമില്ലേ? ഞങ്ങളുടെയൊക്കെ കൈകളിൽ നിന്നും സുരക്ഷിതമായി ആ പുസ്തകമുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ നോക്കൂ, മഹാന്മാരായ സഹാബത്തിന്റെ സ്ഥാനം എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു വസഹാബി, എന്റെ സഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്, എന്റെ സഹാബിമാരെ നിങ്ങൾ ചീത്ത പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ സഹാബത്തുമായിട്ട് ഇവരുടെ ബന്ധം അവസാനിച്ചു പോയി. സഹോദരന്മാരെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവർ ഒരു സമയത്ത് സഹാബത്തിനെ ഓർത്തു, എല്ലാ സമയത്തും സഹാബത്തിനെ മറന്നു. ഒരു സമയത്ത് ജമാഅത്തെ ഇസ്ലാമി സഹാബത്തിനെ ഓർത്തു. അതെപ്പോഴാ ജമാഅത്തെ ഇസ്ലാമി സഹാബത്തിനെ ഓർത്തത്? അത് കേട്ടോളിന്, അത് ഭയങ്കര രസകരമായൊരു കാര്യമാണ്. അതായത് SIOയുടെ 3 സമ്മേളനങ്ങൾ കേരളത്തിൽ SIOക്കാര് നീട്ടിവെച്ചു, ക്യാൻസലാക്കി 3 സമ്മേളനം. എന്തിനാ നീട്ടിവെച്ചത്? എന്തിനാണ് സമ്മേളനം നിർത്തിവെച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാം നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ ത്യാഗം സഹിച്ച് സംരക്ഷിച്ച സഹാബത്തിനെ അനുസ്മരിക്കാനുള്ള യോഗ്യത നമുക്ക് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ത്യാഗം സഹിച്ച് സഹാബത്ത് സംരക്ഷിച്ച പാരമ്പര്യം നമുക്ക് കിട്ടണമെങ്കിൽ, അതിനുള്ള യോഗ്യത നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങണം, തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങണം എന്ന് പറഞ്ഞവർ നേരത്തെ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ആരെ ഓർത്തത്? സഹാബിമാരെ ഓർത്തത്. സഹോദരന്മാരെ, അപ്പോ നമ്മൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ ഹദീസ് നിഷേധത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ വിമർശിക്കുക എന്നത് എല്ലാ പിഴച്ച കക്ഷികളുടെയും പാരമ്പര്യമാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചു നോക്കണം, ഹദീസ് നിഷേധം ഇന്ന് സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്താണ്? അവർ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മുജാഹിദുകൾ നവയാഥാസ്ഥികത്വത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അന്ധവിശ്വാസം ഇല്ലായ്മ ചെയ്യാൻ വന്നിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണ് എന്നാണ് മാധ്യമക്കാരൻ എഴുതുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എന്താ ഇപ്പൊ അന്ധവിശ്വാസം എന്നറിയോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്തൊക്കെ ഇപ്പൊ അന്ധവിശ്വാസം?
സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞാൽ സിഹിർ ഫലിക്കുന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായി. സിഹിർ ഫലിക്കുന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായി. പിശാച്ച് ശരീരത്തിൽ കൂടിയേക്കും എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായി. റുഖിയ ശർഇയ്യ അഥവാ പൈശാചികമായ ബാധകളോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവർക്ക് പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തിലോ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മന്ത്രിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതൊക്കെ അന്ധവിശ്വാസമാണ്, അതൊക്കെ നവയാഥാസ്ഥികത്വമാണ് എന്നാണ് ജമാഅത്തുകാരും പിണിയാളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഒരു കാര്യം അധികമൊന്നും വിശദീകരിക്കാതെ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ജമാഅത്തുകാര് മാധ്യമത്തിൽ ഇതൊക്കെ എഴുതി വിടുന്നതിന്റെ മുമ്പ് അവരൊന്ന് ആലോചിക്കണം, നമ്മളെ മൗദൂദി സാഹിബിന്റെ വിശ്വാസം എന്തായിരുന്നു? സിഹിർ ഫലിക്കുന്നോ ഫലിക്കൂലാന്നോ? അത് ജമാഅത്തുകാരൊന്ന് ജനങ്ങളോട് പറയണം. ഞാൻ പറയുന്നില്ല സിഹിർ ഫലിക്കും എന്നാണോ ഫലിക്കില്ലെന്നാണോ മൗദൂദി സാഹിബിന്റെ വിശ്വാസം? പിശാച്ച് ശരീരത്തിൽ പ്രവേശിക്കും എന്നാണോ പ്രവേശിക്കില്ല എന്നാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യന്റെ വിശ്വാസം? റുഖിയ ശർഇയ്യ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ അനുവദനീയമാണെന്നാണോ അന്ധവിശ്വാസമാണെന്നാണോ മൗദൂദി സാഹിബിന്റെ വിശ്വാസം? ജമാഅത്തുകാരെ അതൊക്കെ ഒന്ന് പഠിച്ചു വരിൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ അതേ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം എഴുതിയപ്പോൾ അതിന്റെ ആമുഖക്കുറിപ്പായി ചേർത്ത് വെച്ച കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് മതി അന്ധവിശ്വാസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറയാൻ. അതെ, ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ കേട്ടോ, മൗദൂദി സാഹിബ് പറയുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഫലിക്കൂലാന്നാണ്. അള്ളാഹിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കൂല. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. തോക്കിനുള്ളിൽ നിന്നും വരുന്ന വെടിയുണ്ടയും വിമാനത്തിൽ നിന്നും വീഴുന്ന ബോംബും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഫലം ചെയ്യുകയില്ലെന്ന പോലെ തന്നെ മാരണവും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഫലിക്കുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരാ പറയുന്നത്? മൗദൂദി സാഹിബാ പറയുന്നത്. അതിന് ജമാഅത്തുകാർക്ക് മൗദൂദി എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ? അവർക്കിത് പരിഹസിക്കാനല്ലേ നേരുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തിനേ ഒഴിവുള്ളൂ? പരിഹസിക്കുക, ഒരുപാട് കാര്യങ്ങൾ പരിഹസിക്കുക. എങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റുമോ അത് നോക്കുക. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ അജണ്ട തന്നെ. അവർക്ക് ചില പദപ്രയോഗങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ചില പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. അതെന്താ? മുജാഹിദുകളെ പറ്റി പറഞ്ഞിട്ട് അവർ പറയും അവര് അക്ഷരപൂജകരാണ്. ഈ ഖുർആനിലും ഹദീസിലൊക്കെ വന്നത് അക്ഷരം പ്രതി ഇങ്ങനെ അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും ചിന്തിക്കാതെ ആ വന്നതുപോലെ അക്ഷരങ്ങളെ പൂജിക്കുന്നവരാണ് അക്ഷരപൂജകര്. ഒരു പേരാ, നമുക്കുള്ളൊരു പേരാ. രണ്ടാമത്തെ ഒരു പേരെന്താണ്? അനുഷ്ഠാന തീവ്രവാദക്കാർ, അനുഷ്ഠാന തീവ്രവാദികൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ അനുഷ്ഠാനങ്ങളിലൊക്കെ വലിയ തീവ്രതയാണ്. താടി വെക്കാൻ പറഞ്ഞാൽ താടി വെക്കും. അതുപോലെ തന്നെ പിന്നെ തുണി കണങ്കാലിന്റെ താഴെ നെരിയാണിക്ക് താഴെ താഴരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ ഏതൊക്കെ നിയമങ്ങളുണ്ടോ അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ അതിലൊക്കെ ഒരു അനുഷ്ഠാന തീവ്രവാദമാണ് മുജാഹിദുകൾക്കുള്ളത്. ചില്ലറ കാര്യത്തിന് വാശി പിടിക്കലാ മുജാഹിദിന്റെ പണി. കണ്ടൊരിക്കല് ഒരു കുട്ടി ഒരു ആൺകുട്ടി സ്വർണ്ണച്ചെയിന് ധരിച്ച് കണ്ടപ്പോ ഒരു സഹോദരി പറഞ്ഞു, ഈ ആൺകുട്ടികൾ ഇത്ര മുതിർന്ന ഈ കുട്ടികൾ ആൺകുട്ടികൾ കുട്ടികളായാലും ആരായാലും ഇങ്ങനെ സ്വർണത്തിന്റെ ചെയിനൊന്നും ധരിക്കാൻ പാടില്ലല്ലോ, ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരു ജമാഅത്തുകാരി സ്ത്രീ പോലും പറയുന്നതെന്താ? ഇതാ നിങ്ങളുടെ കുഴപ്പം, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഒരു ചെറിയ കുട്ടി ഒരു സ്വർണത്തിന്റെ ഒരു ചെയിന് ധരിച്ചു എന്നുണ്ടെങ്കിൽ അതിലിത്ര പ്രയാസമുണ്ടോ? അതിലിത്ര പ്രശ്നമാക്കാണ്ടോ? നിസ്സാര കാര്യത്തിന് വാശി പിടിക്കലല്ലേ നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. അവർക്കാകെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യമൊക്കെ ആണെങ്കിൽ മാത്രം മൗലികമാണ്, അല്ലെങ്കിൽ എല്ലാം ശാഖാപരാണ്. മാത്രല്ല അവർ ജനങ്ങളോട് പറയും, ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞ എന്താണ് അവരുടെ ഒരു പ്രശ്നം? കയ്യെവിടെ കെട്ടണ്ട്? കുനൂത്ത് വേണോ വേണ്ടേ? വിരൽ അനക്കണോ അനക്കണ്ടേ? താടി നീട്ടണോ വടിക്കണോ? അതുപോലെ തന്നെ എങ്ങനെയാണ് നെരിയാണിക്ക് താഴെ എത്ര താഴാം, എത്ര മുകളിലാവാം? ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങളിൽ കടിപിടി കൂടുക. ഞങ്ങൾ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നീറിപ്പോകുകയാണ് ഞങ്ങളുടെ മനസ്സ്. അപ്പോഴൊക്കെ ഇവരിങ്ങനെ കുനൂത്ത് വേണോ, കൂട്ടപ്രാർത്ഥന വേണോ, കൈവിരലനക്കണോ, താടി നീട്ടണോ, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം വേണോ, എത്ര കയറ്റി ഉടുക്കണോ, ഇങ്ങനെയൊക്കെയാണ് മുജാഹിദിന്റെ പരിപാടി. എന്നാൽ സഹോദരന്മാരെ, ഒരൊറ്റ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ മതപരമായ കാര്യത്തിൽ ഒരു തർക്കമല്ലാന്നാ ജമാഅത്തുകാർ പറയുന്നത്. എങ്ങനെ തർക്കം ഉണ്ടാകുക?
എങ്ങനെ തർക്കമുണ്ടാകുക? പൊരള്ളോനല്ലേ തീപ്പൊരി പേടിണ്ടാവുക? ജമാഅത്തെ ഇസ്ലാമിയിൽ അങ്ങനെ വല്ല വൈജ്ഞാനിക ചർച്ചയും നടക്കലുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയിൽ ഏത് വൈജ്ഞാനിക ചർച്ചയാണ് നടക്കുന്നത്? ഇപ്പൊ നേരത്തെ ഇവിടെ ഹാരിസ് മൗലവി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു മുജാഹിദിന്റെ CD ബുക്ക് സ്റ്റാളിലാണ് കയറിയിട്ട് ഒരു വിഷയം ഉറക്കത്തിലാണ് പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അപ്പെടുത്തു കൊടുക്കും അവിടെയുള്ള സെയിൽസ്മാൻ ഒരു CD. ഇതാ നിങ്ങൾ ആ ചോദിച്ച വിഷയത്തിലുള്ള CD ഇതാ. ഏത് വിഷയം, തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, അതുപോലെ തന്നെ അനുഷ്ഠാന കർമ്മങ്ങൾ, ഫിഖ്ഹി മസ്അലകൾ, ഏത് വിഷയത്തിൽ CD വേണോ, ബുക്ക് വേണോ, ഉടനെ മുജാഹിദിന്റെ ബുക്ക് സ്റ്റാളിലോ CD സ്റ്റാളിലോ കയറിയാൽ കിട്ടും. ജമാഅത്തുകാരന്റെ ബുക്ക് സ്റ്റാളിലോ CD സ്റ്റാളിലോ കയറിയിട്ട് നിങ്ങളൊന്ന് വാങ്ങിക്കേ, കിട്ടുമോ? കിട്ടൂല. അവർക്കതിൽ അങ്ങനെ ഒരു തർക്കമില്ല. ഞങ്ങൾ ഇത്തരം കാര്യത്തിലൊന്നും തർക്കിക്കൂല. നെരിയാണിക്ക് താഴെ തിരിയാൻ തൂങ്ങിയാലെന്താ? കിബിറില്ല ഞാൻ പോരെ? താടി വടിച്ചാലെന്താ? എന്താ ഇത്തരം പ്രശ്നം? എന്താപ്പോ കുനൂത്ത് ഓതുകയാണെങ്കിൽ ഓതിക്കോട്ടെ, ഓതാത്തവൻ ഓതണ്ട. കൂട്ടുപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ, നടത്താത്തവൻ നടത്തണ്ട. നബിദിനം ആഘോഷിക്കുന്നവൻ ആഘോഷിക്കട്ടെ, ആഘോഷിക്കാത്തവൻ ആഘോഷിക്കണ്ട. മൗലീദിന്റെ ചോറ് വേണമെങ്കിൽ തിന്നോട്ടെ, തിന്നേണ്ടാത്തവൻ തിന്നണ്ട. ഇങ്ങനെയൊക്കെ ഒരു അഴകുഴമ്പൻ നയം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബറേൽവിയായാലും സൂഫിയായാലും ഹനഫിയായാലും ഷാഫിയായാലും ഹംബലിയായാലും ആരായാലും ജമാഅത്തുള്ളവന് അംഗത്വമുണ്ട്. എന്താ വേണ്ടു? ഞങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയ ലൈനുണ്ട്, അത് നിങ്ങളാണ് അംഗീകരിച്ചാൽ യഥാർത്ഥത്തിലുള്ള ജമാഅത്തുകാരനായി ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഞങ്ങൾ ഈ നിസ്സാര കാര്യങ്ങൾക്ക് തർക്കിക്കൂല. എന്താ നിസ്സാര കാര്യം? എന്താ നിസ്സാര കാര്യം? നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ തള്ളിക്കളയുന്ന രൂപത്തിലേക്കുള്ള പരിഹാസങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പോയി. ചേകന്നൂരിസത്തിന്റെ പുതിയ പതിപ്പുകളായി ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടേതായ ബന്ധപ്പെട്ട ആളുകളുമെന്ന് ധാരാളക്കണക്കിന് ഹദീസുകളെയാണ് ചാടിക്കിടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാര് ബുഖാരിയിലെ ഹദീസ് കണ്ട ചാടിക്കിടക്കും. നമ്മളെപ്പോഴാ ഒരു സംഗതി കണ്ട ചാടിക്കിടക്കല്? നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോവുക, ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഡ്രസ്സ് പൊക്കിയിട്ട് നമ്മളാണ് ചാടിക്കിടക്കും. എന്താ? അവിടെ ഒരു നായിക്കാഷ്ടോ അല്ലെങ്കിൽ വല്ല മൂത്രോ അല്ലെങ്കിൽ പറ്റാത്തൊരു സംഗതിയോ കൊണ്ടാ നമ്മളാണ് ചാടിക്കിടക്കും. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരിപ്പോ അങ്ങനെയാ. ബുഖാരിയിലെ ചില ഹദീസ് കണ്ട മനം പരച്ചല്, മുസ്ലിമിലെ ചില ഹദീസ് കണ്ടാല് മനം പരച്ച. അപ്പൊ അവരെന്താ പത്രത്തിൽ പച്ചയായി എഴുതിയില്ലേ? എന്താ എഴുതിയത്? ഞങ്ങൾ ചില ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ കാണുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളാണ് ചാടിക്കിടക്കാറാ പതിവ്. അതിക്ക് ശ്രദ്ധിക്കൂല. എന്താ കാരണം? അതൊക്കെ വേസ്റ്റാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലുണ്ടായ മുടി, അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ്, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം, അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന നഖം, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ, അവിടുത്തെ ശരീരത്തെ എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത്? ബോഡി വേസ്റ്റ്. ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ബോഡി വേസ്റ്റ്. ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത്? ജമാഅത്തുകാരാണോ? ജമാഅത്തുകാർക്കത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ്. ചേകന്നൂരികളാണോ? അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ്. പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ? അവർക്കും സാധിച്ചില്ല. കാരണം അവരും തബറുക്കിനെ നിഷേധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെങ്കിൽ പോലും അതിനൊരു ബറക്കത്തുമില്ല എന്നാണ് അവരും എഴുതിവിട്ടിട്ടുള്ളത്. അതെ, നമ്മൾ മനസ്സിലാക്കണം. ഹദീസ് നിഷേധത്തിന്റെ നാമ്പ് ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെപ്പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്നൊരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടോ? ഉണ്ട് സഹോദര, ഉണ്ട്. സഹാബിമാരത് ബറക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്, അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അത് പറയുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് വേണ്ടതില്ല. പക്ഷേ എന്തുണ്ടായിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ തിരുശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുള്ള ഒരു രൂപത്തിലുള്ള ആസാറും ഒരവശിഷ്ടവും ഇന്ന് ലോകത്ത് കിട്ടാനേ ഇല്ല. അങ്ങനത്തെ ഒരു സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതിന് മാത്രമാണ് അത് ബാധകം. ഇങ്ങനെ നിഷേധത്തിന്റെയും അതിരുകവിയലിന്റെയും മധ്യേ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആസാറുകളെ സംബന്ധിച്ച് ശരിയായ വീക്ഷണം പറഞ്ഞവർ സലഫികളല്ലാതെ മുജാഹിദുകളല്ലാതെ വേറെ ആരാ കേരളത്തിലുള്ളത്? ജമാഅത്തുകാർക്ക് അവകാശപ്പെടാൻ കഴിയോ? കഴിയില്ല. ശബാബുകാർക്ക് അവകാശപ്പെടാൻ കഴിയോ? കഴിയില്ല. ഒരാൾക്കും അതിന് കഴിയില്ല. മുജാഹിദുകൾ അതിന്റെ നീതിയുടെ വശം പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ട്.
നബിതങ്ങളുടെ മുടിയാണെങ്കിൽ പ്രത്യേകതയുണ്ട്, സഹാബത്ത് ആ പ്രത്യേകതയോടുകൂടി തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന പേരും പറഞ്ഞ് ആരും ചൂഷണത്തിന് നടക്കണ്ട. കാരണം നബിതങ്ങളുടേതാണെന്ന് സ്ഥിരപ്പെട്ട ഒന്നും ഇന്ന് ലോകത്തില്ല. അവിടുത്തെ തിരുചര്യകളല്ലാതെ, അവിടുത്തെ ഹദീസുകളല്ലാതെ, അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഖുർആനല്ലാതെ ഒന്നും ഇന്ന് ലോകത്തില്ല എന്ന് കൃത്യമായി സമൂഹത്തോട് പറയാൻ ധൈര്യം കാണിച്ചത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് സഹോദരന്മാരെ. അപ്പോ ഇവർക്കെന്താണ്? ഇവർക്ക് ഏതിനോടും ഒരു പരിഹാസം. പരിഹസിച്ച് എല്ലാ കക്ഷികളും ഒരേ രൂപത്തിൽ ഇപ്പൊ പരിഹസിക്കുകയാണ്. ചേകന്നൂരികൾക്ക് പരിഹാസം, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പരിഹാസം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾക്ക് പരിഹാസം, പലർക്കും പരിഹാസം. എല്ലാവർക്കും എന്താ വലിയ പരിഹാസം? താടി നീട്ടുക എന്നുള്ളതാണ്. താടി നീട്ടുന്നത് എന്തോ ഒരു വലിയ പ്രയാസം. ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പേ ചേകനൂർ എഴുതി. ചേകനൂരിന്റെ പുസ്തകത്തിൽ കാണാം എന്താ എഴുതിയെന്നറിയോ? ചുരുക്കത്തിൽ ജൂത മുനാഫിഖായ അബൂ ഹുറൈറയുടെ ലക്ഷ്യം മുസ്ലിങ്ങൾ മുഴുവൻ താടി നീട്ടി മൊട്ടയടിച്ച് കണങ്കാല് മദ്യം വരെയുള്ള മുറിമുണ്ടുമുടുത്ത് ആദിവാസികളെ പോലെ നടക്കണമെന്നാണ്. ചേകന്നൂരിന് ദയിച്ചില്ല. ചേകന്നൂർ എന്താ പറഞ്ഞത്? അബൂ ഹുറൈറയുടെ പരിപാടിയാണിത്. എന്ത്? മുസ്ലിമീങ്ങളൊക്കെ മുഴുവൻ താടി നീട്ടണം, കണങ്കാല് മദ്യം വരെയുള്ള മുറിമുണ്ടെടുത്ത് ആദിവാസികളെ പോലെ നടക്കണം. കണ്ടോ? ഇപ്പൊ ജമാഅത്തുകാരന്റെ സ്റ്റൈൽ എന്താ? പാന്റൊക്കെ നെരിയാണിക്ക് താഴെ ഇങ്ങനെ താഴ്ത്തികൾ നടക്കുക. ആരെങ്കിലൊക്കെ ചോദിച്ചാൽ പറയും നവയാദാസ്തികൻ, ജിന്ന്, നവയാദാസ്തികൻ എന്ന് പറഞ്ഞ് കളിയാക്കുക. അതിന് വേറെ വേണമെങ്കിൽ എന്ത് പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരം പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അഹങ്കാരമൊന്നും ഇല്ലെങ്കിൽ നെരിയാണിക്ക് താഴെ പോണിന് കുഴപ്പമൊന്നുമില്ല. ഓ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രയോഗം തന്നെ എന്താണ്? ഇന്ന മിനൽ മഖീലത്തി, അഹങ്കാരത്തിൽ പെട്ടതാണ് നെരിയാണിക്ക് താഴെ മുണ്ടുടുക്കൽ. നെരിയാണിക്ക് താഴെ മുണ്ടുടുക്കൽ തന്നെ എന്താണ്? അഹങ്കാരത്തിൽപ്പെട്ടതാണ്. പിന്നെ എനിക്ക് അഹങ്കാരമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ ചേകന്നൂരികൾ പ്രയോഗിച്ച അതേ വാക്ക് കടമെടുത്തു. ജമാഅത്തുകാരൻ അതന്നെ എഴുതാൻ പാടില്ലല്ലോ. അപ്പൊ ജമാഅത്തുകാരൻ അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് പ്രബോധനത്തെ കൊടുത്ത വരി എന്താ? വിഷയമൊക്കെ താടി തന്നെയാണ്, വിഷയമൊക്കെ കണങ്കാല് വരെ തുണിയെടുക്കലുമാണ്. ചേകന്നൂരി പറഞ്ഞു എന്ത്? നീണ്ട താടി, കണങ്കാല് വരെ ആദിവാസികളുമായിട്ട് മുറിമുണ്ട്. ഇപ്പൊ ജമാഅത്തുകാരൻ സ്റ്റൈലൊന്ന് മാറ്റിയിട്ട് പറഞ്ഞു പ്രബോധനത്തില്. എന്താ പറഞ്ഞത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും. എന്താ ഉഷാറ്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. എന്താ സംഭവം? പല ചെറുപ്പക്കാരും ഇപ്പോ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, പല കുട്ടികളും അവർക്ക് പരിശുദ്ധ ഖുർആനും ഹദീസിന്റെയും മധുരം, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഹുബ്ബ് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കയറിയപ്പോൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ അത് ശരിയായ ദിശയിലേക്ക് ഉയർന്നു. അവരുടെ മുഖത്തുള്ള താടിരോമങ്ങൾ പിന്നെ അവർ വടിച്ച് ക്ലീനാക്കാതെ അല്പം നീട്ടി. ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് സഹിക്കാൻ ചിലർക്ക് സാധിച്ചില്ല. അവർ ചില പദപ്രയോഗങ്ങൾ തൊടുത്തുവിട്ടു. വളരെയേറെ തീവ്രവാദമാണ്, അനുഷ്ഠാന തീവ്രവാദികളാണ്. മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. വേറൊരു കൂട്ടര് പറഞ്ഞു എന്ത്? ഇതെന്താടാ ബർമുഡ പാന്റോ? വേറെ ചിലർ പറഞ്ഞാ മൊല്ലപ്പാന്റോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു കോലം? ബാർബറുടെ കരങ്ങൾ, ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ഈ സലഫി മുത്തശദ്ദിദുകളെ വേറിട്ട് നിർത്തുന്നു. മുത്തശദ്ദിദ് പറഞ്ഞാൽ തിരിഞ്ഞോ? സലഫി തീവ്രവാദികൾ. ഇപ്പൊ തീവ്രവാദികളാട്ടോ. ആർക്കെങ്കിലും താടിണ്ടെങ്കിൽ ഓനൊക്കെ തീവ്രവാദി. നെരിയാണിക്ക് നീരെ മുണ്ട് കഴിച്ചു കൊടുത്ത് പാന്റ് കഴിച്ചു കൊടുത്താവും തീവ്രവാദി. നെരിയാണിക്ക് താഴെങ്ങനെ പാന്റ് അടിച്ച് ക്ലീൻ ഷേവായി നടന്നാലോ മിതവാദി, ഒറിജിനൽ മുസ്ലിം, സമ്പൂർണ്ണ മുസ്ലിം, യഥാർത്ഥ സമഗ്ര മുസ്ലിം. ഇതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഭാഷ. അപ്പോ ചേകന്നൂരികൾ പറഞ്ഞത് ജമാഅത്തുകാരൻ കടമെടുത്തു. അവരും പറഞ്ഞു. മാത്രല്ല ഇപ്പൊ ചില ആളുകൾക്കും തോന്നിപ്പോയി. അവരും പറഞ്ഞു, അവരുടെ മാസികയിൽ എഴുതി, താടി വളർത്തി വികൃത രൂപമുണ്ടാക്കുന്നവരാണ് ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ടത്. ഇസ്ലാം ഭംഗിയെയാണ് ഇഷ്ടപ്പെടുന്നത്. അബ്ദുസ്സലാം സുല്ലമി മൂപ്പരിക്കൂട്ടൊരു അൽഫനാർ മാസിക, അൽമനാറല്ലോ, ഒരു അൽഫനാറുണ്ട്. ഈ അൽഫനാറിൽ ഈ ചങ്ങാതി എന്താ എഴുതിയെന്നറിയോ? താടി വളർത്തി വികൃത രൂപമുണ്ടാക്കുന്നവരാണ് ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ടത്. താടി വടിക്കുന്നവരല്ല. അള്ളാന്റെ ശിക്ഷ ഭയപ്പെടേണ്ടത് ആരാണ്?
താടി വളർത്തി വികൃത രൂപമുണ്ടാക്കുന്നവരാണ് വാസ്തവത്തിൽ ശിക്ഷ ഭയപ്പെടേണ്ടത്. ഇതെന്താ ന്യായം പറഞ്ഞത്? ഇസ്ലാം ഭംഗിയെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹ് ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഓ സഹോദരാ, ഇതാണ് പറഞ്ഞത്. പേച്ച പിന്നെ ഏത് മാലിന്യ കൂമ്പാരത്തിൽ പോയിട്ടാ വീഴാന്നുള്ളതിന് കയ്യും കണക്കൂല്ല എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല എന്ന് പറഞ്ഞത് എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകല്ലേ? നിശ്ചയമായും അല്ലാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ? സുല്ലമി പറഞ്ഞല്ലോ, ചേകന്നൂര് പറഞ്ഞല്ലോ, ജമാഅത്തുകാരൻ പറഞ്ഞതല്ലോ, അള്ളാന്റെ റസൂലല്ലേ ഇതാദ്യമായിട്ട് പറഞ്ഞത്? അതെ. ഇതാദ്യം കേട്ടതാരാ? ജമാഅത്തുകാരാണോ, ചേകനൂരികളാണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കക്ഷികളാണോ? അല്ല, ഇതാദ്യം കേട്ടവര് സഹാബത്താണ്. അപ്പൊ ആദ്യം പറഞ്ഞത് റസൂലുള്ളാഹ്, ആദ്യം കേട്ടത് സഹാബത്ത്. ഈ പറഞ്ഞ നബിക്ക് ഈ ഹദീസ് പറയുന്ന നേരത്തും ഈ ഹദീസ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബത്തിനും അവരുടെയൊക്കെ മുഖത്ത് സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്നല്ലാഹ ജമീലുൻ വഹുവ യുഹിബ്ബുൽ ജമാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അവിടുത്തെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട്. സഹാബിമാരതിങ്ങനെ സാഗൂതം, ഒരു പക്ഷി തലയിൽ വന്നിരുന്നാൽ പക്ഷിക്ക് അനങ്ങാൻ പോലും കഴിയില്ല, അത്ര നിശബ്ദമായിട്ട് ആ ഹദീസ് കേൾക്കുമ്പോഴും അവരുടെയൊക്കെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട്. പറഞ്ഞ നബിക്ക് ആ ഹദീസാൻ പറഞ്ഞതിന്റെ ശേഷം പോയി പഠിച്ചില്ല. കേട്ട സഹാബിമാരാ പുതിയൊരു ഹദീസ് ഇറങ്ങിയിട്ടുണ്ട്, അത് പഠിക്കണം എന്നാണ് ഇപ്പൊ ഇതിന്റെ നിയമം. അള്ളാഹ്ക്ക് ഭംഗി ഇഷ്ടാ, നമ്മളിങ്ങനെ ഭംഗിയില്ലാതെ നടന്നാൽ ശരിയാവില്ല. ഒരൊറ്റ സഹാബിയും പോയി പഠിച്ചില്ലല്ലോ. അപ്പൊ സഹോദരന്മാരെ, എന്നിട്ട് പറയും മുജാഹിദീങ്ങൾക്കിപ്പോ വലിയ വിഷയം താടിയാണ്, നിര്യാണിക്ക് മീതെ തുണി ഉടുക്കലാണ്, പ്രബോധന വിഷയങ്ങൾ അട്ടിമറിക്കണമെന്നാ നമ്മളെ പറ്റിയുള്ള പരാതി. അത്തഹിയാത്തിൽ വിരലണക്കണോ, അതുപോലെ തന്നെ എപ്പോഴും മിസ്വാക്ക് ചെയ്യണോ, ഇതൊക്കെയാണ് നെഞ്ചി എവിടെയാണ് കൈകെട്ടേണ്ടത്, ഇതൊക്കെ വലിയ പ്രബോധന വിഷയമാണെന്നാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സഹോദരന്മാർ. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? നമ്മളൊരു കാര്യം പറയേണ്ടി വരുന്നത് എപ്പോഴാ സഹോദരന്മാരെ? ഒരു നിസ്സാരമായൊരു കാര്യം എന്ന് നമുക്ക് തോന്നാവുന്ന ഏതെങ്കിലും ഒരു കാര്യം, പലപ്പോഴും സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു കാര്യം ആരെങ്കിലും നിഷേധിക്കുമ്പോഴാണ് നമുക്കത് നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിഷയമാക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഉദാഹരണം, ആർക്കടിയിലും ഇപ്പൊ ഒരു തർക്കമല്ല, നഖം മുറിക്കൽ സുന്നത്താണ്. നഖം മുറിക്കൽ സുന്നത്താണ്, കക്ഷത്തിലെ രോമം നീക്കൽ സുന്നത്താണ്. ഇതിലൊന്നും ആർക്കും ഒരു തർക്കമല്ല. നാളെ ഒരാൾ വന്നിട്ട് പറയാണ് നഖം മുറിക്കൽ സുന്നത്തൊന്നുമില്ല, കക്ഷത്തിലെ രോമൊക്കെ എത്രയും വളർത്തിക്കോളി, അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, അതൊന്നും സുന്നത്തിന് വിരുദ്ധമല്ല എന്നൊരാൾ നിഷേധക്കുറിപ്പുമായിട്ട് വന്നാൽ മറ്റന്നാ മുതൽ നമ്മൾ പറയേണ്ടി വരില്ലേ? നഖം മുറിക്കൽ സുന്നത്താണ്, അതിന് ഹദീസ് ഓതേണ്ടി വരും. രോമം നീക്കൽ സുന്നത്താണ്, ഹദീസ് ഓതേണ്ടി വരും. അപ്പൊ നാലാം നാൾ മറ്റൊരു ചങ്ങാതി വന്നിട്ട് ചോദിക്കും, കണ്ടോ ഇതാ ഇവരെ പരിപാടി, ഇവർക്കിപ്പോ വലിയ വിഷയം എന്ന് പറയുന്നത് നഖം മുറിയാ, ഇവർക്കിപ്പോ വലിയ വിഷയം എന്ന് പറയുന്നത് നഖം മുറിക്കലാ. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ ഒരാൾ നിഷേധിക്കുമ്പോഴാണ് നമ്മളത് വിവരിക്കേണ്ടി വരുന്നത്. അതല്ലാതെ അതൊരു പ്രബോധന വിഷയത്തിലെ മുഖ്യ അജണ്ടയാക്കി എടുത്തിട്ടല്ല. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ജിന്ന് വിഷയം മുജാഹിദുകൾക്ക് എന്താ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യാൻ എന്താ കാരണം? ജിന്ന്, പിശാച്ച്, റുഖിയ ശർഇയ്യ, ജമിയത്തുൽ ഉലമ എത്രയോ ദിവസങ്ങളോളം ഇരുന്ന് പ്രബന്ധങ്ങൾ എഴുതി ചർച്ച ചെയ്യാൻ എന്താ കാരണം? അതിനെ നിഷേധിക്കുന്ന നിഷേധികൾ വന്നതുകൊണ്ടാ. നിഷേധിക്കുന്ന നിഷേധികൾ വന്നാൽ അതുവരെ പ്രബോധനത്തിൽ വലിയ വിഷയമാകാതിരുന്ന കാര്യങ്ങൾ വിഷയമാക്കേണ്ടി വരും. നിഷേധികളുള്ള കാലത്ത് നിഷേധികളുടെ മുമ്പിൽ മറുപടി വായടപ്പൻ നൽകാൻ വേണ്ടി വിവരണങ്ങൾ ആവശ്യമായി വരും. അതല്ലാതെ മുഖ്യമായ വിഷയങ്ങളെ മാറ്റിവെച്ചിട്ട് ആരും ജിന്നുമായിട്ട് കേരളത്തിൽ നടന്നിട്ടില്ല. മനസ്സിലാക്കണം. മാധ്യമക്കാർക്ക് വലിയ ബേജാറുപ്പ് അതാ, ജിന്നാണിപ്പോ വലിയ പ്രശ്നം, ജിന്നുമായിട്ട് നടക്കുകയാണ്. എന്നിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകളെ പരിഹസിക്കുക, ജമാഅത്തെ ഇസ്ലാമിയുടെയും ചേകനൂരികളുടെയും അവരുടെ പുതിയ പതിപ്പുകളുടെയും ഒക്കെ ഏറ്റവും വലിയ അജണ്ട അതാണ്. ഹദീസുകളെ പരിഹസിക്കുക, സുന്നത്തുകളെ പരിഹസിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഒരു കാര്യത്തെ പരിഹസിക്കുന്നതും നിഷേധിക്കുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരുപോലെയല്ല സുഹൃത്തുക്കളെ. നാം ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നതിന്റെ ശിക്ഷയെ നമുക്ക് കിട്ടുകയുള്ളൂ. അതേ അവസരത്തിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുകയും ആ കാര്യത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്താലോ കാഫിറായി പോകും കേട്ടോ, കാഫിറായി പോകും. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ.
ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം. ഒരാളതാ ളുഹർ നമസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഒരാൾ നിസ്കരിച്ചില്ല. അയാളെന്താ നിസ്കരിക്കാന്? അയാൾ നിസ്കരിച്ചില്ല, സുന്നത്തല്ലേ എന്നുള്ള നിലക്ക് അയാൾ നിസ്കരിച്ചില്ല. എന്നാ അയാൾക്ക് ആ സുന്നത്തിന്റെ കൂലി കിട്ടിയില്ലാന്നേ ഉള്ളൂ. അതേ അവസരത്തിൽ വേറൊരാൾ എന്ത് ചെയ്തു? ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് അല്ലെങ്കിൽ 4 റക്അത്ത് റവാത്തിബ് അയാൾ നിസ്കരിച്ചില്ല എന്ന് മാത്രമല്ല, നിസ്കരിക്കുന്നവനെ കളിയാക്കും ചെയ്തു, നിസ്കരിക്കുന്നവനെ പരിഹസിക്കും ചെയ്ത്, അതിന്റെ പേരിൽ അവനെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ വിധി എന്താ? ഇസ്ലാമെന്നാണ് പുറത്തു പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരു കാര്യം ചെയ്യാതിരിക്കലും പരിഹസിക്കലും ഒരേ ഹുക്കുമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് മുനാഫിഖീങ്ങൾ ഏതോ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബിതങ്ങളെയും സഹാബത്തിനെയും വിമർശിച്ചുകൊണ്ട് ചില മുനാഫിഖീങ്ങൾ ചില വാക്കുകൾ പ്രയോഗിച്ചു. കേവലം ചില വാക്കുകൾ. ഒരു ഭീരുക്കളാണ്, പേടിത്തൊണ്ടന്മാരാണ് തുടങ്ങിയിട്ടുള്ള ചില വാക്കുകൾ പ്രയോഗിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടി. അല്ലാഹുവിന്റെ റസൂലിന് ആയത്തിറങ്ങി, ചോദിക്കൂ നബിയെ അവരോട്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അല്ലാഹുവിനെയും അവന്റെ ആയത്തുകളെയും അവന്റെ ദൂതനെയും കൊണ്ടാണോ നിങ്ങൾ കളിക്കുന്നത്, പരിഹസിക്കുന്നത്?